Hi everyone, Business Buzz Plus ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ പുതിയതായിട്ട് പാൻ കാർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ ആധാർ കാർഡിലെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ നിങ്ങൾക്ക് പാൻ കാർഡിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണിത്. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ വരേണ്ട വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ പാൻ കാർഡ് ഫോർ ഇന്ത്യൻ സിറ്റിസൺ ഓർ NRI എന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു വെബ് പേജിലേക്കാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് അപ്ലൈ ഫോർ ന്യൂ പാൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഈ ഒരു വെബ്സൈറ്റിൻ്റെ URL ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഈ ഒരു പേജ് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മോഡ് കാണാനായിട്ട് പറ്റും. ഒന്ന് ഫിസിക്കൽ മോഡ്, ഒന്ന് ഡിജിറ്റൽ മോഡ് എന്നുള്ളത്. അപ്പോൾ ഫിസിക്കൽ മോഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷയൊക്കെ പോലെയുള്ള UTI ITSL ഓഫീസസിൽ നമുക്ക് ഡയറക്റ്റ് പോയി കഴിഞ്ഞാൽ അവർ ഫോം ഫിൽ ചെയ്ത് നമുക്ക് പാൻ കാർഡിന് വേണ്ടി അപേക്ഷിക്കാൻ പറ്റും. അത് ഒരു ഓപ്ഷനാണ്. ഇനി അതല്ലാതെയുള്ള മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ഡിജിറ്റൽ വഴി ആധാർ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ഓൺലൈനായിട്ട് പാൻ കാർഡിന് അപേക്ഷിക്കാൻ പറ്റുന്ന മാർഗം. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഡിജിറ്റൽ മോഡിൽ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ DSC മോഡ് ഉപയോഗിക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗ്ഗം നമ്മൾ അധികം പേർക്കും എളുപ്പം ഉണ്ടാവുക ആധാർ ബേസ്ഡ് KYC ഓപ്ഷൻ അടിക്കുമ്പോഴായിരിക്കും. അതാവുമ്പോൾ ആധാറിൽ നമ്മൾ ഓൾറെഡി ബയോമെട്രിക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആധാറിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പുൾ ചെയ്തിട്ടാണ് ഈ ഒരു പുതിയ പാൻ കാർഡിനുള്ള അപേക്ഷ സബ്മിറ്റ് ആവുന്നത്. ഇനി ഡിജിറ്റൽ മോഡിലൂടെയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ, അതായത് 2 ദിവസത്തിനകത്ത് നിങ്ങൾ ആ ഒരു അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് നിങ്ങൾ പേ ചെയ്തിട്ടുള്ളത് റീഫണ്ട് ആവുകയുള്ളൂ. അപ്പോൾ ആധാർ ബേസ്ഡ് KYC നമ്മൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഒരു 5 രൂപ 90 പൈസ അപ്ലിക്കേഷന് വേണ്ടിയിട്ട് അവർ ഈടാക്കുന്നതാണ്. അത് നമ്മുടെ സിഗ്നേച്ചർ പുൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ ആയതുകൊണ്ടാണ് ആ ഒരു എമൗണ്ട് അഡീഷണലി ചാർജ് ആവുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡിജിറ്റൽ മോഡ് ഉപയോഗിച്ചുകൊണ്ട് പാൻ കാർഡിന് അപേക്ഷിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഡിജിറ്റൽ മോഡ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ആധാർ ബേസ്ഡ് KYC ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്കിവിടെ താഴെ സ്റ്റാറ്റസ് ഓഫ് ദി അപ്ലിക്കൻറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഡിജിറ്റൽ മോഡായിട്ടുള്ള ആപ്ലിക്കേഷൻ ആണല്ലോ നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി താഴെ പാൻ കാർഡ് മോഡ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡ്, അതായത് ഡയറക്റ്റ് പാൻ കാർഡ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന രൂപത്തിലും വേണം, പിന്നെ അതല്ലാതെ പാൻ കാർഡും വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് പാൻ കാർഡ്, അതായത് ഡിജിറ്റൽ പാൻ കാർഡ് മാത്രം മതി എന്നാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കേസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഫിസിക്കൽ പാൻ കാർഡ് ഡിസ്പാച്ച് ചെയ്യില്ല, അവർ നിങ്ങൾക്കത് അയക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിജിറ്റൽ പാൻ കാർഡ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. പാൻ കാർഡ് നമ്പറും ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, പക്ഷേ കയ്യിലൊരു പാൻ കാർഡ് ഉണ്ടാവില്ല എന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാന് പ്രിൻ്റ് എടുത്തിട്ട് കയ്യിൽ സൂക്ഷിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും ബോത്ത് ഫിസിക്കൽ പാൻ കാർഡ് ആൻഡ് പാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്കിവിടെ സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു റെഫറൻസ് നമ്പർ അപ്ലിക്കേഷനിൽ ജനറേറ്റ് ആയിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് വെക്കാം. ഇനി ഇവിടെ നമുക്ക് നെയിം ടൈറ്റിൽ സെലക്ട് ചെയ്യാം. അപ്പോൾ ശ്രീ ആണോ ശ്രീമതി ആണോ കുമാരി ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ഫസ്റ്റ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർനെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. മിഡിൽ നെയിം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഫുൾ എക്സ്പാൻഡഡ് നെയിമാണ് മെൻഷൻ ചെയ്യേണ്ടത്. എങ്ങനെയാണോ അത് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ പ്രൂഫ് ഓഫ് അഡ്രസ് ഡോക്യുമെൻറ്റ്സിൽ വരുന്നത് അതേപോലെ തന്നെ കൊടുക്കുക. ഇനീഷ്യൽസ് പെർമിറ്റഡ് അല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഫുൾ എക്സ്പാൻഡഡ് നെയിം നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഫസ്റ്റ് നെയിം കോളത്തിൽ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലാസ്റ്റ് നെയിം അല്ലെങ്കിൽ സർനെയിം കോളത്തിൽ നിങ്ങളുടെ സർനെയിമും ടൈപ്പ് ചെയ്യുക. മിഡിൽ നെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ലീവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണോ അത് നിങ്ങളുടെ പാൻ കാർഡിൽ അച്ചടിച്ച് വരിക എന്നുള്ളത് താഴെ നെയിം ഓൺ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നതാണ്. നമുക്കൊന്ന് കാണാം. ഞാനിപ്പോൾ ഇവിടെ സർനെയിമും എൻ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നെയിം ഓൺ കാർഡ് എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആവുന്നത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നെയിമിൻ്റെ കാര്യം. പിന്നെ അതിനുശേഷം നമുക്ക് താഴെ ഹാവ് യു ബീൻ നോൺ ബൈ എനി അതർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വേരിയസ് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സിൽ പേരുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്, അതായത് വലിയ മാറ്റം തന്നെ. ഇപ്പോൾ ഫസലുദ്ദീൻ എന്നുള്ളത് ഫൈസൽ ആയിട്ടുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കറക്റ്റായിട്ടുള്ള പേര് വ്യത്യാസങ്ങൾ തന്നെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ കൊടുക്കാവുന്നതാണ്.
ഇനി ഇവിടെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫീമെയിലിന് വേണ്ടി തന്നെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇനി നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒന്നല്ലെങ്കിൽ ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള രീതിയിൽ സെലക്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്നുണ്ട്, റെസിഡൻസ് തന്നെയാണ്. ഇനി നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റെസിഡൻസ് സ്റ്റേറ്റിൽ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽസ് വിൽ ബി ക്യാപ്ചേർഡ് ബേസ്ഡ് ഓൺ ആധാർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഫീസ് സ്റ്റേറ്റ് എന്നുള്ളതും നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലിക്കൻ്റ് ആധാർ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഈ ഒരാളുടെ ആധാർ നമ്പർ നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ റീ എൻ്റർ ആധാർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം കൂടെ വരും. അപ്പോൾ വീണ്ടും നമുക്ക് ആധാർ നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ നെയിം ആസ് പെർ ആധാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആധാർ അനുസരിച്ചിട്ടുള്ള പേര് നിങ്ങൾക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ആധാർ ലഭിച്ചിട്ടില്ല, ആധാർ നമ്പർ ലഭിച്ചിട്ടില്ല, എൻറോൾമെൻറ്റ് ID മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആധാർ നമ്പറിന് പകരം നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് ID വെച്ചിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻറോൾമെൻറ്റ് ID കോളത്തിൽ നിങ്ങൾ എൻറോൾമെൻറ്റ് ID ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നെയിം നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ളത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആധാറിലുള്ളതുപോലെ തന്നെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അടുത്തത് ചോദിക്കുന്നത് ഡോക്യുമെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ ഇതെല്ലാം റെസിഡൻറ്റ് സ്റ്റേറ്റ് എന്നുള്ളതിൻ്റെ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം ഡീറ്റെയിൽസ് വിൽ ബി ക്യാപ്ചേർഡ് ബേസ്ഡ് ഓൺ ആധാർ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ടെലിഫോൺ ISD കോഡ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ ISD കോഡ് സെലക്ട് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഇമെയിൽ ID ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ ടെലിഫോൺ നമ്പർ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാരൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ കാർഡിൽ സാധാരണ ഫാദേഴ്സ് നെയിം എന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ ഫാദേഴ്സ് നെയിം നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഫാദർ നെയിം തന്നെയാണ് നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഇൻ കേസ് നിങ്ങൾ സിംഗിൾ പാരൻ്റ് ആയിട്ട് മദർ മാത്രം റേസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ചൈൽഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാദറിൻ്റെ നെയിം കാണിക്കാൻ താല്പര്യമില്ല എന്നാണെന്നുണ്ടെങ്കിൽ മദേഴ്സ് നെയിം മാത്രം നിങ്ങൾ ഫിൽ ചെയ്താൽ മതിയാവും. ഫാദേഴ്സ് നെയിം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് സെലക്ട് ദ നെയിം ഓഫ് എയ്തർ ഫാദർ ഓർ മദർ വിച്ച് യു മേ ലൈക്ക് ടു ബി പ്രിൻറ്റഡ് ഓൺ പാൻ കാർഡ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാൻ കാർഡിൽ നിങ്ങൾക്ക് ആരുടെ നെയിമാണോ വരേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ ISD കോഡ് ടൈപ്പ് ചെയ്യാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഇന്ത്യ എന്നുള്ളത് നമുക്കൊന്ന് സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും അടിച്ചു കൊടുക്കാം. ഇവിടെ അഡ്രസ് ഡീറ്റെയിൽസിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ആധാറിൽ എടുക്കുന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ ഓഫീസ് അഡ്രസ്സും നോട്ട് റിക്വയർഡ് എന്ന് പറയുന്നുണ്ട്. സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് നോ ഇൻകം ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നോ ഇൻകം സെലക്ട് ചെയ്യാം. ഇനി ഇൻകം ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു വീട്ടമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ നോ ഇൻകം സെലക്ട് ചെയ്തു ഓക്കെ കൊടുത്തു. ഇനി ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് വീണ്ടും ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ അതർ ഡീറ്റെയിൽസിൽ റെപ്രസെൻറ്റേറ്റീവ് XC അഡ്രസ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരാം. അപ്പോൾ ഇവിടെ താഴെ ഇനിയൊരു ഡിക്ലറേഷൻ ഉണ്ട്, അത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നിങ്ങളുടെ പ്ലേസ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കിവിടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡിൽ നിങ്ങൾക്ക് യാതൊരുവിധ ഡോക്യുമെൻറ്റ്സും കൊടുക്കേണ്ടതായിട്ട് ആവശ്യം വരില്ല. കാരണം ആധാർ കാർഡ് തന്നെയാണ് നമ്മൾ ബേസ് ആയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോയോ അല്ലെങ്കിൽ സിഗ്നേച്ചറോ ഒന്നും തന്നെ നൽകേണ്ടതായിട്ടില്ല. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു അക്നോളജ്മെൻറ്റ് ലഭിക്കുന്നതാണ്. പിന്നെ നമുക്കിവിടെ മേക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് എത്രയാണ് എമൗണ്ട് പേ ചെയ്യേണ്ടി വരിക എന്നുള്ളത് അവിടെ ഡിസ്പ്ലേ ചെയ്യപ്പെടുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇമെയിൽ ID കൂടി നൽകുക. അതിനുശേഷം
ബിൽ ഡെസ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കൺഫേം പേയ്മെൻറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് നെറ്റ് ബാങ്കിങ് വഴിയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് വഴിയോ അല്ലെങ്കിൽ QR കോഡ് വഴിയോ വാലറ്റ് വഴിയോ അല്ലെങ്കിൽ UPI വഴിയോ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ QR കോഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാനിത് സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ്. പേയ്മെൻറ്റ് ഇവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന പേജ് എന്ന് പറയുന്നത് ഇതുപോലൊരു പേജാണ്. അപ്പോൾ ഇവിടെ നമുക്ക് OTP എൻ്റർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് വരികയാണെന്നുണ്ടെങ്കിൽ ഗെറ്റ് AO ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം അവർ കൊടുത്തിരിക്കുന്ന ആ നമ്പേഴ്സ് ഉണ്ടാവും. അതിൽ ജസ്റ്റ് OK കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലൊരു സ്ക്രീൻ ലഭിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന ഗെറ്റ് OTP എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങളുടെ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ കാണുന്ന ചെക്ക് ബോക്സ് കൂടെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടെ ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇതൊരു ഫീഡ്ബാക്ക് ഫോമാണ്. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ഒരു പാൻ കാർഡ് ആപ്ലിക്കേഷൻ ചെയ്തതിൻ്റെ ഒരു സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു, അതിൻ്റെ റേറ്റിംഗ് നിങ്ങൾക്ക് കൊടുക്കാവുന്ന ഒരു പേജാണിത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രിൻ്റ് എടുക്കാനും അതുപോലെ തന്നെ ഈ ഒരു പാൻ കാർഡിൻ്റെ ഫോം സൈൻ ചെയ്തിട്ടുള്ളത് ഡൗൺലോഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.